Hello friends, Kiran here. Hi friends, Reshma here. So, നമ്മളുടെ ഇന്നത്തെ വീഡിയോ കുട്ടി പിള്ളേരുടെ വീഡിയോസ് ആണ്. അങ്ങനെ പറഞ്ഞത് വലിയവർക്കും കഴിക്കാം. ആക്ച്വലി വേഫൽ ഇൻ ദ സിറ്റി, അതാണ് ബെസ്റ്റ് വേഫൽ ഇൻ ദ സിറ്റി ആണ് നമ്മൾ ഇന്ന് തീമായിട്ട് ഉദ്ദേശിക്കുന്നത്. അറിയാവുന്ന, അതായത് എറണാകുളത്ത് ഉള്ളത്, ഐ മീൻ കൊച്ചിയിലുള്ളത് ആണ് നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ളത് മാത്രം ചൂസ് ചെയ്തിരിക്കുന്നത്. മേ ബി അതിൽ കൂടുതൽ ഉണ്ടാവും ഇല്ലേ? ഉണ്ടാവും. നമ്മള് എല്ലായിടത്തും ട്രൈ ഇല്ല, നമ്മൾ 5 മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. 5 വേഫൽസ് ഹൗസ് ആണ് നമ്മൾ ട്രൈ ചെയ്തേക്കണത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, നമ്മ ഇപ്പൊ ഉള്ളത് വോൾക്കാനോയിലാണ്. വോൾക്കാനോ വരുന്നത് പൊന്നൂരിനി, വൈറ്റില പൊന്നൂരിനിലാണ് ഇത് വരുന്നത്. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കിടു ആംബിയൻസ് ആണ്. നമുക്ക് തെറ്റ് പറയാവുന്ന ഇതല്ല, നല്ല ഭംഗിയിലാണ്, ഒന്ന് കളർഫുൾ ആയിട്ടാണ് അവർ ആംബിയൻസ് വെച്ചേക്കുന്നത്. പിന്നെ അവിടെ വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീംസ് ഉണ്ട്, പിന്നെ കേക്ക്സ് വരുന്നുണ്ട്, പിന്നെ അങ്ങനത്തെ കുറെ സാധനങ്ങൾ, വേഫിൾസ്, അതാണ് മെയിൻ വേഫിലാണ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി വന്നത്. സോ ഇതൊക്കെയാണ് വരുന്ന കേക്കും പേസ്ട്രി ഒക്കെ വരുന്നത്. എല്ലാം റീസണബിൾ റേറ്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കോസ്റ്റ് ആണ്. നമ്മൾ ഉദ്ദേശിച്ചേക്കാളും റേറ്റ് ഉണ്ട് ആക്ച്വലി വരുന്നത്. സോ വെറൈറ്റി സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്തും നമ്മൾ നോക്കിയില്ല, ഇതെല്ലാം നോക്കിയില്ല, നമ്മൾ വേഫിലും പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ടെന്ന് നോക്കിയത് കഴിക്കാനായിട്ട്. വേഫില് കുറച്ച് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട് പറഞ്ഞപ്പോ അവര് റീപ്ലേസ് ചെയ്യാൻ പോലും ഒരു മൈൻഡ് കാണിച്ചില്ല. കണ്ടോ, ഈ റെഡ് വെൽവെറ്റ് തന്നെ 850 റുപ്പീസ് ആണ് ഒരു ചെറിയൊരു കേക്കിന് വരുന്നത്. പിന്നെ അങ്ങനെ എല്ലാം 720 അങ്ങനത്തെ റേറ്റിലേക്കാണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീംസ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. നമ്മള് ഇങ്ങനെ ഇതൊക്കെ എന്ന് വെച്ചിട്ട് നമുക്ക് ബാസ്കറ്റ് റോബിൻസിലൊക്കെ അതിന്റെ ഒരു ലെവലിൽ തന്നെയാണ് ഇവര് കീപ്പ് ചെയ്തേക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ നോക്കുമ്പോ ടേസ്റ്റ് വൈസ് എനിക്ക് ബാസ്കറ്റ് റോബിൻ തന്നെയാണ് പറയേണ്ടി വരും. പിന്നെ കുക്കീസ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആംബിയൻസ് വൈസും പിന്നെ അവർക്കുള്ള സാധന ഐറ്റംസും ഉണ്ട്, നല്ലോണം ഉണ്ട്. ഇത് വന്നിട്ട് ബിസ്കോഫിന്റെ ഒരു ഇത് മേടിച്ചതാണ്. ചോക്ലേറ്റും ബിസ്കോഫും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അതാണ് മോൾട്ടൻ കഴിക്കുന്നത്. ഞാൻ ഐസ്ക്രീം ആണ്, കുറച്ച് ജ്യൂസി ആയിട്ട് നല്ല സോഫ്റ്റ് എല്ലാം അല്ലേ. അത് നല്ലതായിരുന്നു കേട്ടോ, അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിനകത്ത് വാനിലയും അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ബിസ്കോഫ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ബിസ്കോഫ് ഇഷ്ടമാണ്, അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്വീറ്റ് ഐസ് ആണെങ്കിലും നോർമൽ സ്വീറ്റ് ആണ്, സ്വീറ്റ് അല്ല കേട്ടോ. നല്ല ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ ഇതാണ്, മട്ടിച്ചൊന്നും പോകില്ല. അതൊരു നല്ലൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ഞാൻ ട്രൈ ചെയ്തത് വേഫിലായിരുന്നു, പിസ്താഷ് വേഫിലായിരുന്നു കഴിച്ചത്, ചോക്ലേറ്റും കൂടെ ചേർത്ത്. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞ ശരിക്കും കരിഞ്ഞിട്ടുണ്ടായിരുന്നു. കരിഞ്ഞ വേഫിലാണ് ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നു. നമുക്ക് ബേൺ ആയതിന്റെ ഒരു ഫ്ലേവർ ആയിരുന്നു സത്യം പറഞ്ഞാൽ വരുന്നത്. അതുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയാം. ചോക്ലേറ്റ് മുകളിൽ നല്ലോണം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ചോക്ലേറ്റ് ആണെങ്കിലും കുറച്ചും കൂടെ തിക്നെസ് കൂടിയ ഒരു ചോക്ലേറ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. ഒരു ജ്യൂസി ആയിട്ടുള്ള ഒരു ഇത് വന്നില്ലായിരുന്നു എനിക്ക് അത് കാരണം എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞ. ഇതാണ് ഇവിടെ വോൾക്കാനോയിലെ ടേസ്റ്റ് എന്ന് ഞാൻ പറയുന്നത്. സോ ഗൈസ്, അടുത്തത് ചോക്കോലിക് ആണ്. ചോക്കോലിക് വരുന്നത് കച്ചേരിപ്പടിയിലാണ് വരുന്നത്, നമ്മുടെ സിമിട്രി ജംഗ്ഷൻ അവിടെ ആയിട്ടാണ് വരുന്നത്. ഇവിടെ ആംബിയൻസ് വൈസ് ആണെങ്കിൽ നമുക്ക് കുറച്ച് വോൾക്കാനേക്കാളും കുറവാണ്, പക്ഷെ നല്ല സ്പേഷ്യസ് ആണ് ഇരിക്കാനായിട്ട്. സിമ്പിൾ ആയിട്ട് ഒരു യൂറോപ്യൻ സ്റ്റൈലിലെ ഒരു രീതിയിലാണ് ഇവര് ഇന്റീരിയർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ സ്പേഷ്യസ് ആണ്, നമുക്ക് കുറെ ഇരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ വേറെ എന്താ പറയാ, ഇവിടുത്തെ ഫുഡാണ് നമുക്ക് മെയിൻ ആയിട്ട് ഞാൻ അട്രാക്ട് ആയത്. വേറെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വീറ്റ്നെസ് ഭയങ്കര കൂടുതലാണ് ഇതിന്. പക്ഷെ അതിന്റെ ആ സ്വീറ്റ്നെസ് കുറയ്ക്കാൻ വേണ്ടിട്ട് അവര് ടീയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് ടീ. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. നമുക്ക് സ്വീറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ബ്ലാക്ക് ടീയും ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വെറൈറ്റി ആണ്, വോൾക്കാനോയിനെക്കാളും കുറച്ചും കൂടെ വെറൈറ്റി സാധനങ്ങൾ ഞാൻ ഇവിടെ കഴിച്ചായിരുന്നു. അതെ, അതും ഈ ഒരു രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കീസ് അങ്ങനത്തെ കാര്യങ്ങളല്ല, വേഫിള്, പിന്നെ എന്താ പാൻ കേക്ക്സ്, അതുപോലത്തെ ഇവിടെ ആണ് വെറൈറ്റി ആയിട്ട് വരുന്നത്. സോ നമ്മളിവിടെ വാങ്ങിച്ചേക്കുന്നത് പാൻ കേക്കും വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ വേഫിലും വാങ്ങിച്ചിട്ടുണ്ട്. വേഫിൽ വരുന്നത് ഫെറാറിയുടെ വേഫിലാണ് വരുന്നത്.
കുറച്ചും കൂടെ സ്വീറ്റ് എനിക്ക് തോന്നിയത് ഇവിടെയാണ്. ഒരു രക്ഷയില്ല, അത് കഴിച്ചാൽ മട്ടിച്ച് നല്ലോണം പോകും. അത് നമുക്ക് അങ്ങനെ ഇരിക്കാം. അവരപ്പത്തെ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ആ ടീയും അതിന്റെ കൂടെ വെച്ചിട്ടുണ്ട്, ബിക്കോസ് അത് ടാലി ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് എനിക്ക് ആക്ച്വലി ഇത് വേഫിൾ എന്ന് പറയാൻ വയ്യ, അവരുടെ വേഫിളില് ഇതാണ് ആക്ച്വലി വരുന്നത്. അങ്ങനെയാണ്, ഒരു വേറൊരു സ്റ്റൈലാണ്, ഏകദേശം ഒരു പാൻ കേക്കിന്റെ ഒക്കെ ഒരു സ്റ്റൈലാണ് വരുന്നത്. അത് ഭയങ്കര ടേസ്റ്റിയാണ്, പറയാനില്ല. അതുകൊണ്ടാണ് നല്ല ജ്യൂസി ആണ്, നല്ല സോഫ്റ്റ് ആണ്. കുട്ടികളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റഡ് ആണ്. നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ പാൻ കേക്കാണ് ട്രൈ ചെയ്തത്. അതിനകത്ത് ലോട്ടസ് ബിസ്കോഫിന്റെ വേഫിൽ വരുന്നുണ്ട് അല്ലേ? അല്ല, വേഫിലല്ല, പാൻ കേക്കിൽ. അതെ, പാൻ കേക്കില് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഫില്ലിങ്സ് ആയിട്ട് വേഫിൽ, ഐ മീൻ ബിസ്കോഫാണ് വന്നേക്കുന്നത്. ഇവരുടെ സോസ് എന്ന് പറയുമ്പോൾ ചോക്ലേറ്റ് സോസ് ആണ്, നല്ല ടേസ്റ്റി ആണ്. അത് മാത്രം തന്നെ നമുക്ക് കോരി കഴിക്കാൻ വേണ്ടി തോന്നും കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ട്. ഒരു രക്ഷയില്ലായിരുന്നു. ഏതൊക്കെ വിധത്തിൽ നമുക്ക് കഴിക്കാം, അങ്ങനെയൊക്കെ ഞങ്ങൾ ശരിക്കും ഞാൻ ബിസ്കോഫ് മാത്രമായിട്ട് ട്രൈ ചെയ്തു, പിന്നെ പാൻ കേക്ക് ഡിപ്പ് ചെയ്ത് ട്രൈ ചെയ്തു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ആ സോസ് തന്നെ കോരി കുടിക്കാൻ തുടങ്ങി. അതാണ് എന്റെ ഫേവറേറ്റ്. ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ കോഫി അല്ല, ടീ ആണ്, ബ്ലാക്ക് ടീ ആണ് വിത്തൗട്ട് ഷുഗർ. അത് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, വേറെ ഒന്നുമല്ല, എനിക്ക് മട്ടിച്ചിട്ടാണ് അത്. പക്ഷെ നമ്മൾ ഫുള്ളും കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അത് എത്ര നിന്നാലും നമ്മൾ ഈ ടീ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി സാധിക്കും. അത് കാരണം അതിലൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. വിത്തൗട്ട് ഷുഗർ ആണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അത് ഫീൽ പോലും ചെയ്യില്ല. ലാസ്റ്റ് എന്റെ പ്ലേറ്റ് ഉണ്ടല്ലോ, ഞാൻ ഫുള്ള് കണ്ട് കംപ്ലീറ്റ് ചെയ്തു, ഒരു രക്ഷയില്ലാതെ. അതാണ് ഞാൻ അവിടെ നിന്ന് കഴിച്ചോണ്ടിരുന്നത്, ദയനീയാവസ്ഥ കഴിക്കുന്നത്. ലാസ്റ്റ് ഞാൻ നിർത്തി, എന്റെ വയർ ഫുള്ളായി പോയി. അത് കാരണം ഇതും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്റീരിയർ ഞാൻ പറഞ്ഞല്ലോ, നല്ല ഇന്റീരിയർ ആയിട്ട് ഇരിക്കാനുള്ള സ്പേഷ്യസ്, സിമ്പിള്. ഒരു സ്ഥലത്ത് ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് ഇങ്ങനെ താഴോട്ട് പോണ ഒരു ഇതുണ്ട്. അടുത്തത് നമ്മുടെ ചോക്ലേറ്റ് ഫാക്ടറി ആണ്. ഇത് വരുന്നത് സരിത തിയേറ്ററിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആണ്. വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് ആക്ച്വലി വരുന്നത്. ഞങ്ങള് എപ്പോഴും സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങളുടെ ഹെൽത്ത് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണോണ്ട് മാത്രം നമ്മൾ പോകാത്തതാണ്. ഞങ്ങളുടെ ഫേവറേറ്റ്, എന്താ പറയാ, എപ്പ എവിടെ പോയാലും ഇവിടെ വന്ന് കഴിച്ചിട്ട്. ഇവിടെ ബാക്കിലുണ്ടോ കുറച്ച് മൂവീസിന്റെ ഒക്കെ, ഇത് കണ്ടിട്ട് ഞാൻ പോയി മൂവി കണ്ടിട്ടുണ്ട് കേട്ടോ. ആ മൂവീസ് ഒക്കെ നല്ല അടിപൊളി മൂവീസ് ആണ്. പിന്നെ കുറച്ച് ചോക്ലേറ്റിന്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് അതെ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് തന്നെ കൊക്കോ പൗഡർ ഇവര് തന്നെ കൃഷി ചെയ്തിട്ട് കൊക്കോ പൗഡേഴ്സ് ഉണ്ടാക്കിയിട്ട് ഇവര് തന്നെയാണ് പ്രോഡക്ട്സ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈവൻ പ്രോഡക്ട്സും കൊടുക്കുന്നുണ്ട് ഒരു, അതായത് കേക്ക് ഉണ്ടാക്കാനുള്ള പൗഡേഴ്സും എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ വേഫിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ജസ്റ്റ് വേഫിൾ എടുക്കുക, അതിന്റെ മുകളിൽ സോസ് ഇടുക, അതിന്റെ മുകളിൽ ഒരു ഐസ്ക്രീം, അത്രേ ഉള്ളൂ. അത് ഹെവി ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ ആണ്. കഴിച്ചിട്ട് പെട്ടെന്ന് പോകാം. സിമ്പിളും ആണ്, അധികം മീൻസ് എന്താ പറയാ, ഒത്തിരി മട്ടിക്കില്ല, നമുക്ക് മട്ടിക്കുന്നില്ല, ഓവർ സ്വീറ്റ്നെസ് ഇല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ചോക്ലേറ്റ് ആണ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഇവര് തന്നെ ചോക്ലേറ്റ് കാരണം ഇവര് കോംപ്രമൈസ് ചെയ്യുന്നില്ല, നല്ല ക്വാളിറ്റിയിലാണ് ഇവർ കൊടുക്കുന്നത്. ഇവിടുന്ന് തന്നെ നമുക്ക് ചോക്ലേറ്റ് പൗഡേഴ്സ് ഒക്കെ വാങ്ങാനായിട്ടുള്ള സാധിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. എനിക്കൊന്ന് കുറെ ഷോപ്പുകളിലും ഇവിടുന്ന് പോകുന്നുണ്ട്. അപ്പോ പിന്നെ ഇവിടുത്തെ കേക്ക് എനിക്ക് ഫേവറേറ്റ്, വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. ചോക്ലേറ്റ് കേക്ക് ആണ്, ഫുൾ ഓഫ് ചോക്ലേറ്റ്സ് മാത്രം, വൈറ്റും ഉണ്ട് വേറെ, അത് രണ്ട് ഫുള്ളാണ്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് ആണ്, ചോക്ലേറ്റ് എന്താണ് പറയാ, മിൽക്ക് ചോക്ലേറ്റ് ആണ് വാങ്ങിച്ചേക്കണത്. അതും ഒരു 70% നമുക്ക് ബിറ്റർ നോക്കി മേടിക്കാന്നുള്ളൊരിതുണ്ട്, ഇത്ര പെർസെന്റേജ്. എനിക്ക് ബിറ്ററും സ്വീറ്റ്നെസ്സും കൂടെ ചേർന്നാണ്. പിന്നെ ഞാൻ കുക്കീസ് ട്രൈ ചെയ്തു, അത് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് അവിടുത്തെ കുക്കീസ് എന്ന് പറഞ്ഞത്. അവർ തന്നെ ബേക്ക് ചെയ്യുന്ന കുക്കീസ് ആണ്, നമുക്ക് നല്ല ചൂടോടെ കഴിക്കാൻ വേണ്ടി സാധിക്കും. അവരുടെ കേക്ക്സ് ആണെങ്കിൽ നമുക്ക് അവര് ഓവനിൽ വെച്ച് ഒന്ന് ഹീറ്റ് ചെയ്തിട്ടാണ് തരുന്നത്, ഭയങ്കര ടേസ്റ്റിയാ. ഈ കുക്കീസും ആ കോൾഡ് കോഫിയും കോൾഡ് ചോക്ലേറ്റും കൂടെ കഴിച്ചിട്ട്, കോൾഡ് അല്ല കേട്ടോ, ഹോട്ടാണ്, സോറി, അതെ, ഹോട്ട് ചോക്ലേറ്റും കൂടെ നല്ല കോമ്പിനേഷൻ ആണ് നല്ല വരുന്നത്. പിന്നെ ആളത് തീർത്ത് എനിക്ക് മതിയായില്ല, അതാണ് സത്യം. വീണ്ടും വേറെ വാങ്ങണമെന്നുണ്ട്, ഞാൻ വീണ്ടും നിർബന്ധിക്കാഞ്ഞതുകൊണ്ടാണ് ആള് കഴിക്കാഞ്ഞത്. സോ ഇത് നല്ലൊരു കോമ്പിനേഷനുള്ള ഒരു സ്ഥലം കൂടെ ആണ്, നല്ലോണം കഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് ഭയങ്കര. അതെ, അത് കോസ്റ്റ്ലി ഒന്നും അല്ല, നമുക്ക് ഇവിടുത്തെ സാധനങ്ങൾ വാങ്ങാനായിട്ട്. ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ചോക്ലേറ്റ്സിന്റെ പൗഡേഴ്സ് അല്ലെങ്കിൽ കേക്കിന്റെ കുക്കീസ്, പിന്നെ ബ്രൗണി പറയാൻ മറക്കരുത്. ആക്ച്വലി നല്ല ബ്രൗണി ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത് കേട്ടോ. ഞങ്ങളുടെ മാസ്റ്റർ പീസ് ആണ്, ഞങ്ങളിപ്പോ മാറ്റി വെച്ചതാണത്. അതെ, സോ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ വരുന്നത്.
സോ ഗൈസ് അടുത്തത് പോൾസ് ക്രീമറി ആണ്. സോ ഇത് വരുന്നത് സ്റ്റുഡിയോന്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. ഇവിടെയും വെറൈറ്റി ഓഫ് ഐസ്ക്രീംസ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ആക്ച്വലി ഇവിടെ ആൾക്കാർ വന്ന് പോകുന്ന ഒരു ബെസ്റ്റ് സ്ഥലമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ നല്ല ആംബിയൻസ് ആണ്, നല്ല ഐസ്ക്രീംസ് ആണ് ഇവിടെ കിട്ടുന്നത്. വെറൈറ്റി ഓഫ് ഐസ്ക്രീംസ് വരുന്നുണ്ട്. ചീസ് ഐസ്ക്രീം, ഐ മീൻ ചീസ് കേക്കുകൾ, വെറൈറ്റി ഓഫ് കേക്ക്, ചീസ് കേക്ക്സ് ആണ്. ഇന്റീരിയർ ഞാൻ പറഞ്ഞില്ലേ, നല്ല ഡ്രോയിങ് ആയിട്ടുള്ള ഒരു ഇതാ ഇന്റീരിയർ ആണ് വെച്ചേക്കണത്. പിള്ളേർക്കൊക്കെ നല്ല രസമായിരിക്കുമല്ലോ അവിടെ വന്നിട്ട് കളിക്കാനായിട്ട്. അവിടെ ടോയ്സിന്റെ പോലെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ്സ് ആണ് വരുന്നത്. എനിക്ക് ഞാൻ പറയാം, ഇന്റീരിയർ എന്നുണ്ടോ ഒരു രക്ഷയില്ലാത്ത ഇന്റീരിയർ ആണ്. നമുക്ക് ഇവിടെ ഒരു സ്റ്റിക്കി നോട്ട്സ് ഉണ്ടല്ലോ, ആൾക്കാർ വന്ന് അവരുടെ കമന്റ്സ് എഴുതിയിട്ട് പോയിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആൾക്കാർക്ക് വരുന്നത്. ഇവർക്ക് ഇവിടെ മാത്രമല്ല, നമ്മുടെ ഇൻഫോ പാർക്കിന്റെ അവിടെയും ഇവർക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഈ ഷോപ്പ്. നമ്മൾ ഇവിടെ ഓർഡർ ചെയ്തത് വേഫിളാണ്. വേഫിളിനകത്ത് നമ്മൾ നേരത്തെ കഴിച്ചല്ലോ. പിന്നെ ഈ വേഫിൾസിനൊക്കെ പേരുകളുണ്ട്, എന്തോ ഒരു ദുബായ് ചോക്ലേറ്റ് അങ്ങനെ കുറെ എന്തൊക്കെയോ പറഞ്ഞതുണ്ട്, നമ്മളത് വിട്ടുപോയതാണ്. അതിന്റെ കൂടെ ഒരു കപ്പ് ഓഫ് ഐസ്ക്രീം ആണ് വന്നത്. ഒരു ഐസ്ക്രീമും കേക്കും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിലെ അതേ പാറ്റേണിൽ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. വേഫിൾ കിട്ടുന്നത് ജസ്റ്റ് സോസ് ഇടുക, അതിന്റെ മുകളിൽ ഒരു കപ്പ് ഓഫ് ഒരു ക്യൂബ് ഐസ്ക്രീം കിട്ടുന്നുണ്ട്. അതും നല്ല ഒരു ഇതാണ് കേട്ടോ. ഇവിടെയും അധികം മധുരവും കുഴപ്പമില്ലാത്ത ഒരു ഇതാണ്. നമ്മൾ ചോക്ലേറ്റിന് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്ര സ്വീറ്റ് അല്ല, നല്ല നോർമൽ ആയിട്ട് വരുന്നുണ്ട്. ഇത് നല്ല കുഴപ്പമില്ലാത്ത ഒരു ഫുഡാണ്. ഞങ്ങള് വേഫിൾ എന്നൊക്കെ പറയുന്നതാണ്. ആക്ച്വലി അത് ഓരോ പേരുള്ളതുണ്ട്. അതെ, നമ്മള് കഴിച്ച മാത്രം ഓർമ്മയുള്ളൂ, പേര് വിട്ടുപോയി. നമ്മള് മെനു നോക്കി ഓർഡർ ചെയ്യും, പക്ഷെ അതിന്റെ പേര് നമ്മൾ നോട്ട് ചെയ്യാൻ വേണ്ടി മറന്നുപോയി. പക്ഷെ നമുക്ക് എല്ലാത്തിലും വേഫിൾ തന്നെയാണ്. അത് തന്നെ, എന്തോ ഒരു ദുബായിന്ന് ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയാം, അത് മറന്നുപോയി. സോ ഇതിന്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതും അത്ര കുഴപ്പമില്ല. നമ്മൾ വോൾക്കാനിൽ വെച്ച് നോക്കണമെങ്കിൽ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇത് നല്ല വെൽ കുക്ക്ഡ് ആയിട്ടുള്ള പ്രശ്നമുള്ളൂ. എനിക്ക് ഞാൻ കഴിച്ചത് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് തോന്നി. എങ്ങനെയൊക്കെയോ കഴിക്കേണ്ടെന്ന് വെച്ചാൽ അതിനകത്ത് നട്ട്സും എല്ലാം ഫിൽഡ് ഭയങ്കര. അപ്പൊ അത് ഷെയർ ചെയ്ത് ആക്ച്വലി കഴിക്കണം. അപ്പൊ ഒരെണ്ണം വാങ്ങിച്ചാൽ മതിയായിരുന്നു. ഞങ്ങള് നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ മറ്റേ ഷോപ്സിലൊക്കെ വാങ്ങിച്ചതുപോലെ രണ്ടുപേർക്കും ഡിഫറെന്റ് ആയിട്ട് വാങ്ങിച്ചു. അതെ, അപ്പൊ ഇത് നല്ല പ്രൈസിങ് അത്യാവശ്യം ഉണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ, ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മള് പ്രൈസിങ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ചോക്ലേറ്റ് ഫാക്ടറിനേക്കാളും പ്രൈസ് ഉണ്ട്. ഉണ്ട്. അപ്പൊ ആൾക്ക് മതിയായിട്ട് ഇങ്ങനെ തിന്നിട്ടിരിക്കുകയാണ്. ഭയങ്കര ഹെവി ആയി പോയി. അതെ, അതിനകത്ത് നട്ട്സും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നമ്മളൊരു വഴിയാവും ശരിക്കും പറഞ്ഞാൽ. ആദ്യമൊക്കെ ഭയങ്കര എൻജോയിങ് ആയിരിക്കും, ലാസ്റ്റ് ഐസ്ക്രീമിന് അവിടെ എത്തുമ്പോ മൊത്തം പോകും നമ്മുടെ കയ്യിൽ നിന്ന്. അതെ, പിന്നെ വേറെ എന്തുവാ പറയാനുള്ളത്? വേറൊന്നും അങ്ങനെ പറയാനില്ല. സോസ് ഫില്ലിങ്ങും എല്ലാം വരുന്നുണ്ട്. എന്റെയും ഏകദേശം മതിയായിട്ടോ വേഫിൾ കഴിച്ച്. എനിക്കും ഏകദേശം ഇതായി, കുറച്ച് ഹെവി ആയി പോയെന്നാണ്. നമ്മള് ചോക്ലേറ്റിൽ ഒരു ടീ തന്നല്ലോ, അത് ഇവിടെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ കഴിക്കാൻ വേണ്ടി സാധിക്കും. സോ ഗൈസ്, അടുത്തത് വരുന്നത് വേഫിൾ ഹൗസ് ആണ്. ഇത് വരുന്നത് സെയിം കലു ഖത്തർ റോഡ് ആണ്, പക്ഷെ നിയർ ടു ബിസ്മി, നമ്മുടെ കലുവിന്റെ ഓപ്പണിംഗിലാണ് വരുന്നത്. ഇവിടെ വെറൈറ്റി ഓഫ് പാൻ കേക്ക് ഉണ്ട്, വേഫിലുണ്ട്, പിസ്താഷിന്റെ. ഇപ്പൊ ഇതും വന്നിട്ടുണ്ട്, നമ്മുടെ കുനാഫ ചോക്ലേറ്റിന്റെ രീതിയിലും വന്നിട്ടുണ്ട്. ഇന്റീരിയർ എന്ന് പറയുമ്പോൾ ഇത് ചെറിയൊരു സ്ഥലം, അത്ര വലിയ സ്പേഷ്യസ് അല്ല. അന്ന് അവര് നല്ലോണം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. ഒരു 4 ടേബിളാണെന്ന് തോന്നുന്നു മാക്സിമം ഉള്ളതെന്ന് തോന്നുന്നു. ഇവിടുത്തെ ആംബിയൻസ് വൈസ് വെച്ച് നോക്കണമെങ്കിൽ കുഴപ്പമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോപ്പായിട്ടാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഞങ്ങൾ വേഫിൾ തന്നെയാണ് ഇവിടെ ട്രൈ ചെയ്തത്. കാരണം ഇത് വേഫിൾ ഹൗസ് ആണല്ലോ, വേഫിൾ തന്നെയാണ് നമ്മളിവിടെ ട്രൈ ചെയ്തത്. സോ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു വേഫിൾ കിട്ടാനായിട്ട്. ഇതാണ് കുറെ മെനൂസ് വരുന്നത്. ഇതിന്റെ അകത്ത് കുറച്ച് കോസ്റ്റ് ഉണ്ട്. നമ്മുടെ ചോക്ലേറ്റ് ഫാക്ടറിനേക്കാളും നോക്കണമെങ്കിൽ കോസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ വേഫിൾ എന്ന് പറഞ്ഞാൽ അത്രയും മറ്റേ ഐസ്ക്രീംസ് വെച്ചിട്ടുള്ളതൊന്നുമല്ല. ഇത് ഒരു ചെറിയൊരു ചോക്ലേറ്റ് ഫില്ലിങ്സും അതിനകത്ത് കുറച്ച് ഗ്രേറ്റ് ചെയ്തുള്ള നട്ട്സ് പോലെ അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ്. ഞങ്ങൾ 2 ടൈപ്പുള്ള ഫ്ലേവറുള്ള ഇതാണ് മേടിച്ചിരിക്കുന്നത്. 2 ലെയർ എന്നുള്ള രീതിയിലാണ് വേഫിൾ നമുക്ക് കിട്ടിയത്. നമുക്ക് ഇതല്ല, ഒരു 2 പോർഷൻ ആയിട്ടാണ് വന്നേക്കുന്നത്. അത് ലെയർ വെച്ച് വന്നേക്കണം. പറയാലോ, ഒരു രക്ഷയില്ലാത്ത വേഫിലാണ് കേട്ടോ, സൂപ്പർ വേഫിലാണ്. എനിക്ക് ഇവിടെ ഇപ്പൊ എല്ലാതിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് ഇവിടെയാണ്. കാരണം അവര് വേഫിൾ ഹൗസ് എന്താണോ അവരത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു.
അത് കാരണം എനിക്ക് നല്ല ഇവിടെ സോഫ്റ്റും ആണ്, ഭയങ്കര ടേസ്റ്റ് ഫീലിംഗ്. നമ്മുടെ വായിലിടുമ്പം ഒരു പ്രത്യേക ഒരു ഫീലും വരും നമുക്ക് ഇവിടെ. അതെ, സ്വീറ്റ്നെസ് വെച്ച് നോക്കുകയാണെങ്കിൽ അവര് മെയിൻറ്റെയിൻ ചെയ്ത പോലെ സ്വീറ്റ്നെസ് ആണ്. അത്ര ഹെവി അല്ല, അതെ ഹെവിയോ അല്ല ലെസ്സും അല്ല, കറക്റ്റ് പാകത്തിനാണ് അവര് തന്നേക്കുന്നത്. ഞാനും സെയിം തന്നെയാണ് കഴിച്ചത്. ഐ മീൻ വേറെ വെറൈറ്റിയിലാണെങ്കിൽ വേഫിൽ തന്നെ കഴിച്ചത്. നമ്മൾ നേരത്തെയൊക്കെ നോക്കുമ്പോൾ വല്ല ഐസ്ക്രീംസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചോക്ലേറ്റ് ഇതിലാണ് നമ്മൾ കഴിച്ചത്. ഇവിടെ അതൊക്കെ അവൈലബിൾ ആണ്, പക്ഷെ നമ്മള് വേഫിൽ തന്നെയാണ് ട്രൈ ചെയ്തത്. രണ്ടും ഒരു രക്ഷയില്ലാത്ത വേഫിലായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ രണ്ടും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, കാരണം എനിക്ക് എന്റെ വേഫിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആക്ച്വലി ഞാൻ പിസ്താഷ്യൂ ഉള്ള ഒരു വേഫിലാണ് ഞാൻ ട്രൈ ചെയ്തത്. ഗൈസ്, ഇപ്പൊ നമ്മൾ വേഫിൾ ടേസ്റ്റിംഗിന്റെ സെക്ഷൻ നമ്മൾ ആക്ച്വലി ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമ്മൾ 3 സ്ഥലത്ത് പോയി, 5 സ്ഥലത്ത് പോയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവും സ്വീറ്റ്നെസ് കുറവും കുറച്ചും കൂടെ ജ്യൂസി ഒക്കെ ആയിട്ട് തോന്നിയത് നമ്മുടെ വേഫിൾ ഹൗസിലാണ്, നമ്മുടെ കലൂക്കത്ത റോഡ്. പിന്നെ എനിക്ക് സെക്കൻഡ് ആയിട്ട് നമുക്ക് 2 സ്ഥലത്ത് കൊടുക്കാൻ പറ്റും, ഒന്ന് ചോക്ലേറ്റും ഒന്ന് ക്രീമറിയും. പിന്നെ ചോക്കോലിക്ക് വരുന്നത് നമ്മുടെ ഇവിടെ നമ്മുടെ കച്ചേരിപ്പടി വരുന്നത്, പോൾസ് ക്രീമറി വരുന്നത് നമുക്ക് കലൂക്കത്ത റോഡ് തന്നെ. പിന്നെ നമുക്ക് ലാസ്റ്റ് തേർഡ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ചോക്ലേറ്റ് ഫാക്ടറി ആണ്. പിന്നെ നമ്മൾ ഓർഡറും കൂടെ ഉണ്ടായിരുന്നോ? ഫിഫ്ത്ത് അല്ല, ഫോർത്ത് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. എനിക്ക് ഫിഫ്ത്ത് ആയിട്ടാണ് തോന്നിയത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. എന്റെ സജഷൻ ആണ്. അപ്പൊ അത് കൊടുക്കുന്നത് എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല. ടേസ്റ്റിയും അല്ല, പിന്നെ കോസ്റ്റ്ലിയും ആണ്. അത്ര ആ കോസ്റ്റിന് വേണ്ടി മാത്രമുള്ള ഒരു ഒന്നും തോന്നിയില്ല, ഒരു ഫീലിംഗ് ടൈപ്പ് ഇല്ല അതിനകത്ത്. നമുക്ക് ഇപ്പൊ ക്വാളിറ്റിയും എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുമല്ലോ. അപ്പൊ അതിനകത്ത് എനിക്ക് അത്ര വലിയ റേറ്റിംഗ് തോന്നാത്ത അതാണ് വോൾക്കാനോയാണ്. സോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you next video. Bye. Bye.